ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ ഇഡലിയും സാമ്പാറുമാണ്. അപ്പോൾ ഇഡലി ഞാൻ ഒക്കെയുള്ള മാവ് അടുപ്പ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകുവശത്തൊരു പ്ലാവുണ്ട് കേട്ടോ. ആ പ്ലാവിനകത്ത് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ചക്ക വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അപ്പം നമുക്കിന്ന് ആ ചക്ക അടർത്തി തോരൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്ക വേവിച്ചതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അത് അടർത്തിയിട്ടു. അതിനകത്ത് നിറച്ച് അരക്കാണ്. അപ്പം കുറച്ച് അരക്കൊക്കെ ഊർന്ന് പോകാൻ വേണ്ടി വെളിയിൽ വെച്ചിട്ടാണ് ഞാൻ കയറി വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡലി വെന്തു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മത്തനില എന്ന് പറയും. ഇത് മത്തനില, മറ്റേത് മൈസൂർ ചീര അല്ലെങ്കിൽ വേലിച്ചീര എന്നൊക്കെ പറയും. നമ്മുടെ പറമ്പിലൊക്കെ ഈ വേലിയായിട്ടൊക്കെ പണ്ട് നട്ട് വെക്കുന്ന ഒരു സൈസിലെ ചീരയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇല തോരൻ വെക്കാൻ നല്ല രുചിയാണ്. അങ്ങനെ ഞാൻ അത് രണ്ടും കൂടി ഇട്ട് തോരൻ വെക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം മത്തയില നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. നമ്മുടെ മത്തയില ഇതുപോലെ നന്നായി കഴുകിയിട്ട് കൂട്ടി പിടിച്ച് അരിഞ്ഞെടുക്കണം. അതേപോലെ തന്നെ ആ വേലിച്ചീരയുടെ ഇലയും ഊരിയെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. എൻ്റെ കുട്ടിക്കാലത്തെ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഈ മൈസൂർ ചീര, അതായത് വേലിച്ചീര ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഉമ്മ ആണെങ്കിൽ മിക്കവാറും അത് തോരൻ വെച്ച് തരുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയന് അതൊട്ടും ഇഷ്ടമല്ല കേട്ടോ. അവന് അത് കഴിക്കാത്തതേ ഇല്ല. അപ്പം എന്താണ് നമ്മൾ ഇഡലിയാണ് തണുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡലി തണുത്ത് കഴിഞ്ഞിട്ട് ഇളക്കി എടുത്താലുണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. അതാണ്ട് ഇഡലി ഇളക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും നമ്മുടെ ചക്കയുണ്ടല്ലോ ഒട്ടും വിളഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ചക്ക വിളഞ്ഞിട്ടില്ല. ചക്ക നമ്മൾ ചതച്ചു. എന്തായാലും ഞാൻ രാവിലെ വെട്ടിയിട്ടതായതുകൊണ്ട് അതെടുത്ത് വേവിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മത്തയില കഴുകി വെച്ച മത്തയില വെള്ളം തോരാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ദാണ്ട് മത്തയില മുകൾ വശമൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ബാക്കിയെല്ലാം ദാണ്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മുടെ ചീരയൊക്കെ തോരൻ വെക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇതും തോരൻ വെക്കുന്നത്. അരിഞ്ഞു വരുമ്പോൾ ഒരുപാടുള്ളതായിട്ട് തോന്നും കേട്ടോ. പക്ഷെ വെന്ത് വരുമ്പോൾ വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് തേങ്ങയുടെ അരപ്പും ഉപ്പും ഒക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാലേ ഇത് വെന്ത് വരുമ്പോൾ വളരെ കുറച്ചേ കാണത്തുള്ളൂ. അപ്പം എല്ലാം കൂടിപ്പോവും. അതിനുശേഷം നമ്മുടെ ചക്ക അരിഞ്ഞു വെച്ചിട്ട് അത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. നന്നായിട്ട് കഴുകി അരപ്പൊക്കെ ഇട്ടു കുക്കർ അടച്ച് അടുപ്പിൽ വെച്ച് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മത്തയില നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ അരിഞ്ഞപ്പോൾ ഒരുപാടുള്ളതാണൊക്കെ തോന്നിയില്ല. ഇത് വെന്ത് വന്നപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അതിനുശേഷം നമുക്കിന്ന് മീൻ കിട്ടിയത് ഇത് വങ്കട മീൻ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വങ്കട മീൻ എന്നൊക്കെ പറയും. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, വങ്കട തിന്നാൽ സങ്കടം മാറും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലെന്തോ സത്യാവസ്ഥയൊന്നും മനസ്സിലാവുന്നില്ല. സങ്കടമൊന്നും മാറിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വെട്ടിയെടുക്കാൻ വളരെ പാടാണ്. ഇതിൻ്റെ മുള്ളിനൊക്കെ നല്ല കട്ടിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി ഉരിച്ചെടുക്കണം. ഇത് സൂക്ഷിച്ച് നമ്മൾ വെട്ടിയെടുക്കണം. കാരണം ഇതിനകത്ത് സൈഡിലൊക്കെ നല്ല മുള്ളുണ്ട്. കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് സാധാരണ തേങ്ങ വറുത്തരച്ചാണ് കറി വെക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് വെക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് വങ്കടമീൻ മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ തേങ്ങ വറുത്തരച്ച കറിയൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. മുളക് കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനെല്ലാം വെട്ടിയെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ അവിടുന്ന് വിസിലടിച്ചു. കുക്കർ എടുത്ത് തുറന്ന് ചക്ക വെന്തോന്ന് നോക്കാം. പക്ഷേ നമ്മുടെ ഇതെല്ലാം പാളിപ്പോയി. ചക്ക ഒട്ടും വെന്തിട്ടില്ല കേട്ടോ. ചക്ക വെന്തിട്ടില്ല. ചക്ക ഇളക്കി യോജിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ചക്ക അടച്ച് വെച്ചു. വീണ്ടും 2 വിസിൽ അടുപ്പിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ചക്ക വെന്തത്. നമ്മൾ മലയാളികൾക്ക് ചക്കയും ചീനിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ചക്ക വേവിച്ചത്, ചക്ക പുഴുങ്ങിയത്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. ഇത് വെന്തിട്ടില്ലായിരുന്നു. വീണ്ടും ഞാൻ കുക്കറിൽ വെച്ച് 2 വിസിലും കൂടെ അടുപ്പിച്ചെടുത്തതിന് ശേഷമാണ് അതാണ്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പറ്റിയത് കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. വിളഞ്ഞിട്ടില്ലെങ്കിലും ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് കണക്കല്ല. പിന്നെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ആദ്യം പാത്രം എടുത്ത് നമ്മൾ ചോറിട്ടു. അപ്പം നമ്മുടെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തയില തോരൻ. അപ്പം മത്തയിൽ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തോരൻ വെച്ച് നോക്കണം ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഇതേപോലെ തോരൻ വെച്ച് കഴിച്ച് നോക്കണം. ഗുണങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേവിച്ച ചക്ക അത് വെച്ചു. പിന്നെ നമ്മൾ മാങ്ങാ സീസണാണല്ലോ. മാങ്ങ അച്ചാറില്ലാത്ത വീടൊന്നും കാണത്തില്ലല്ലോ. ഇപ്പം എല്ലാവരുടെ വീട്ടിലും മാവിൽ ഇഷ്ടം പോലെ മാങ്ങ കിടക്കുന്ന കണ്ടിട്ടുണ്ട്.
നമുക്ക് മാവില്ല, എന്നാലും അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവർ നമുക്ക് ഇഷ്ടംപോലെ മാങ്ങയൊക്കെ തരും കേട്ടോ. എല്ലാവരും കൊണ്ടുവന്ന് തരികയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ വങ്കട മീൻ മുളക് കറി വെച്ചത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ ഊണ്. അപ്പം നിങ്ങളുടെ ഊണ് എങ്ങനെയാണെന്ന് പറയണേ.